പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ വെർച്വൽ അറസ്റ്റിലൂടെ വയോധികയുടെ 1.4 കോടി രൂപ നഷ്ടപ്പെട്ടു. മല്ലപ്പള്ളി സ്വദേശികളായ ഷെർലി, ഡേവിഡ് എന്നിവർക്കാണ് പണം നഷ്ടമായത്. CK അഭിലാൽ വിശദാംശങ്ങളുമായി ചേരുന്നു. അഭിലാൽ, ഗുഡ് മോർണിംഗ്. പലവട്ടം നമ്മൾ ഈ വാർത്തകൾ പങ്കുവയ്ക്കുന്നു. വീണ്ടും ഇവരൊക്കെ ഈ അവസ്ഥയിലേക്ക് തന്നെ വന്നു പെടുന്നതിന് പിന്നിൽ എന്തായിരിക്കും കാരണം? ഈ വാർത്തകളൊന്നുകിൽ ഇവർ കാണുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല എന്നതാകുമോ? അതോ മറ്റെന്തെങ്കിലും തരത്തിൽ ഇവർ എന്തിനെങ്കിലും ഭയക്കുകയോ മറ്റെന്തെങ്കിലും കാര്യവുമായി ബന്ധപ്പെടുകയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ടായിരിക്കുമോ? സത്യത്തിൽ ആശങ്ക തോന്നുന്നു. ഈ സന്ദർഭത്തിൽ ഉണ്ടായത് എന്താണ്? മോദി, ഗുഡ് മോർണിംഗ്. സമീപ ദിവസങ്ങളിൽ ബാങ്ക് ജീവനക്കാരുടെ ഇടപെടലിനെ തുടർന്ന് വലിയ തോതിലുള്ള തുക കൈമാറ്റം തടസ്സപ്പെട്ടതുമായി ബന്ധപ്പെട്ട വാർത്തകളടക്കം സജീവമായി ചർച്ച ചെയ്യപ്പെട്ട ഘട്ടത്തിലാണ് വൃദ്ധ ദമ്പതികളായ 2 പേർക്ക് അവരുടെ ഇരുവരുടെയും അക്കൗണ്ടുകളിൽ നിന്നായി 1,40,00,000 രൂപ നഷ്ടപ്പെട്ടത്. ഈ കേസിന് ആസ്പദമായ സംഭവം 18-ാം തീയതി രാവിലെയാണ് ഉണ്ടാകുന്നത്. ഷെർലിയുടെ മൊബൈൽ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ടാണ് മുംബൈ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നാണ് എന്ന് ധരിപ്പിച്ചുകൊണ്ട് സംഭാഷണത്തിന്റെ തുടക്കം. തുടർന്ന് ഇവരുടെ മൊബൈൽ നമ്പർ കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അതിൽ നിന്നും ഒഴിവാക്കുന്നതിന് പണം നൽകണം എന്നുമുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിച്ചത്. ഒപ്പം തന്നെ റിസർവ് ബാങ്കിന്റെ ഒരു വെരിഫിക്കേഷന് വേണ്ടി മാത്രമാണ് പണം കൈമാറ്റമെന്നും അത് പൂർത്തിയായാൽ തിരികെ നൽകാമെന്നുമാണ് വിശ്വസിപ്പിച്ചിരുന്നത്. അങ്ങനെ ദേശസാൽകൃത ബാങ്കിന്റെ മല്ലപ്പള്ളിയിലുള്ള ശാഖയിൽ ഷെർലിയുടെ പേരിലുണ്ടായിരുന്ന അക്കൗണ്ടിൽ നിന്നും 90,50,000 രൂപയും ഭർത്താവിന്റെ റാന്നി മന്ദിരമ്പടിയിലുള്ള വാണിജ്യ ബാങ്കിന്റെ ശാഖയിലുണ്ടായിരുന്ന പണവുമടക്കം 1,40,00,000 രൂപയാണ് ഇരുവരും ചേർന്ന് ഈ പറയുന്ന അക്കൗണ്ടിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത്. അതിനുശേഷം മാത്രമാണ് ഇത് തട്ടിപ്പാണ് എന്നുള്ള കാര്യം വൃദ്ധ ദമ്പതികൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ബന്ധു മുഖേന പോലീസിനെ സമീപിക്കുകയായിരുന്നു. ഇന്നലെ അവരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം വിശദാംശങ്ങൾ പരിശോധിച്ച് കീഴ്വായ്പൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സമീപകാലത്ത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ എവിടെയും പരാതിക്കാർക്ക് തൃപ്തികരമായ നടപടികൾ ഉണ്ടായതായി വ്യക്തമായ സൂചനകൾ ലഭ്യമായിട്ടില്ല. എന്നാൽ അപൂർവമായി കേരളത്തിൽ ചിലയിടങ്ങളിൽ മാത്രമാണ് വെർച്വൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പണം നഷ്ടപ്പെട്ട കേസുകളിൽ പരാതിക്കാർക്ക് ആശ്വാസകരമായ നടപടികൾ ഉണ്ടായിട്ടുള്ളത്. സമീപകാലത്ത് ഒരു പുരോഹിതന്റെ 13 ലക്ഷം രൂപ നഷ്ടപ്പെട്ട സംഭവം പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. ഒരുപാട് തവണയായി ഇതിങ്ങനെ ആവർത്തിക്കുന്നുണ്ട്. പലരുടെ കയ്യിൽ നിന്ന് ഈ പണം നഷ്ടമാകുന്നുണ്ട്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്ന് നിങ്ങൾ വെർച്വൽ അറസ്റ്റിലാണ്, നിങ്ങൾ ഇത് അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു, നിങ്ങൾ ഇത്ര കോടി രൂപ ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു അജ്ഞാതൻ ആവശ്യപ്പെട്ടാൽ ഇത്രയധികം കോടി രൂപ കൊടുക്കാൻ തക്കവണ്ണം ഈ മനുഷ്യരൊക്കെ എന്താണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. വാർത്തകൾ, അവബോധത്തിനുള്ള വിവരങ്ങളൊക്കെ ഓരോ ഘട്ടത്തിലും പങ്കുവയ്ക്കുന്നുണ്ട് മാധ്യമങ്ങളിലൂടെ. ആ വാർത്തകളുമൊക്കെ ശ്രദ്ധിക്കുമെന്ന് തന്നെയാണ് വീണ്ടും മുന്നറിയിപ്പായി പറയുകയാണ്. കയ്യിലുള്ള പണം ഏതോ ഒരാൾ ചോദിച്ചാൽ കൊടുക്കാനുള്ളതല്ല. നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്തിടത്തോളം കാലം അങ്ങനെ ഒരാളുടെയും ഭീഷണിക്ക് വഴങ്ങേണ്ടതില്ല. നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും പിഴവുകൾ വന്നിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കുരുക്കിൽ ചെന്നുപെടാൻ സാധ്യതയുണ്ട് എന്ന ഭയം നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു എങ്കിൽ ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾക്ക് വഴിപ്പെട്ട് പോയേക്കാം. അല്ലാത്ത പക്ഷം ഒരാൾ വെർച്വൽ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്തിനു ഭയക്കണം? എന്തിന് യാതൊരു വിലാസവും മേൽവിലാസവും ഇല്ലാത്ത ഒരാൾക്ക് ഇത്രയധികം കോടികൾ കൊടുക്കണം എന്നതൊരു ചോദ്യം തന്നെയല്ലേ?